بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، فيا عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا വസിദ്നാ ഇൽമ. ബഹുമാനമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും രഹസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ വളരെ പ്രധാനിയായ ഒരാളാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അവിടത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഅലമുഹും ബിൽ ഹലാലി വൽ ഹറാം. എൻ്റെ ഉമ്മത്തിൽ ഹലാല് ഹറാമുകളെ പറ്റി ഏറ്റവും നന്നായി അറിയുന്നവൻ മുആദാണ്. ഒരു വലിയ ഹദീസാണ്. അത് തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർഅഫു ഉമ്മത്തി ബി ഉമ്മത്തി, അല്ലെങ്കിൽ അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി. എൻ്റെ ഉമ്മത്തിനോട് ഏറ്റവും നല്ലോണം കരുണ കാണിക്കുന്ന ആള് അബൂബക്കറാണ്. വ അശദ്ദുഹും ഫീ ദീനില്ലാഹി ഉമർ. അവരുടെ ദീനിന്റെ വിഷയത്തിൽ വളരെ കഠിനമായി കർക്കശമായി നിൽക്കുന്ന ആള് ഉമറാണ്. അങ്ങനെ ഓരോരുത്തരെയും പറഞ്ഞു. വ അഖ്ലാഹും, ഏറ്റവും നല്ല രീതിയിൽ വിധി നടപ്പാക്കുന്ന ആള് അലിയാണ്. വ അഫ്റദുഹും, അവരിൽ ഫറായിദ് ഏറ്റവും നന്നായി അറിയുന്നത്, അനന്തരാവകാശ നിയമങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നത് സെയ്ദ് ബിൻ സാബിത്താണ്. വ അഖ്റഹും ഉബൈ, അവരുടെ കൂട്ടത്തിൽ ഖുർആൻ ഏറ്റവും നന്നായി പാരായണം ചെയ്യുന്നത് ഉബയ്യ് ബിൻ കഅബാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅലമുഹും ബിൽ ഹലാലി വൽ ഹറാം മുആദ് ബിൻ ജബൽ. അവരുടെ കൂട്ടത്തിൽ ഹലാല് ഹറാമുകൾ ഏറ്റവും നന്നായി അറിയുന്നവൻ മുആദാണ്. ഈ ഒരു കാര്യത്തിന് തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് പെരുമാറ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും. സാധാരണ സഹാബാക്കളിൽ ചിലർ വന്നിട്ട് നബിയോട് ചോദിക്കും, നബിയെ അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും ഖൈറായ കാര്യം എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കും. ഒരിക്കൽ സഹാബി വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ ഔസിനി, എന്നെ വസിയത്ത് ചെയ്യൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ദബ്, നീ കോപിക്കരുത്. വേറൊരു സഹാബി വന്ന് ചോദിച്ചു, അയ്യുൽ അഅമാലി ഖൈർ, നബിയെ അമലുകളിൽ ഏറ്റവും ഖൈറായത് ഏതാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനി ബി അമൽ, എനിക്കൊരു അമൽ പഠിപ്പിച്ചു തരണം. യുദ്ഖിലുനി അൽ ജന്ന, ആ അമൽ എന്നെ സ്വർഗ്ഗത്തിൽ എത്തിക്കണം. വയുബാഇദുനി മിനൻ നാർ, നരകത്തിൽ നിന്ന് എന്നെ വിദൂരത്താക്കണം. അങ്ങനത്തെ ഒരു അമല് നബിയെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്ത ഹദീസ് ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അർബഊൻ നവവിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരു പേജിൽ കവിയാത്ത ഒരു ഹദീസാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതും പഠിപ്പിച്ചു. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഇസ്ലാമിൽ ജിഹാദാണ്, ജിഹാദിന് ശേഷം ഇങ്ങനെയാണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കടി പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവസാനം പറഞ്ഞു, അലാ ഉഖ്ബിറുക ബിമിലാക്കി ദാലിക കുല്ലി, ഇതിനെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു കാര്യം മുആദ് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഫ അലൈക ഹാദാ, ഈ നാവിനെ നീ പിടിച്ചു വെക്കണം, ഈ നാവിനെ നീ മുറുകെ പിടിക്കണം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല റസൂലെ, നാവ് കൊണ്ടൊരാൾ നരകത്തിൽ പോവോ? അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഖലത്ക ഉമ്മുക യാ മുആദ്, മുആദ് നീ എന്താ പറയുന്നത്? ജനങ്ങളെ അവരുടെ മുഖം കുത്തി നരകത്തിലേക്ക് വലിച്ചെറിയാൻ കാരണമാകുന്ന നാവിനേക്കാൾ വലിയ കാരണം വേറെ എന്താ ഉള്ളത്? അവരുടെ നാവ് കൊണ്ട് അവർ ചെയ്തതാണ് നരകത്തിലേക്ക് അവരെ വലിച്ചെറിയാൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത വളരെ ദീർഘമായ ഒരു ഹദീസ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, യാ മുആദ് ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, മുആദേ ഞാൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ലാ തദഅന്ന ദുബറ കുല്ലി സ്വലാത്തിൻ, നീ നിസ്കാരത്തിന്റെ അവസാന സമയത്തിൽ ഇത് ഒഴിവാക്കുകയേ ചെയ്യരുത്. എന്നിട്ടൊരു ദുആ പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദതിക്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ ഉഅല്ലിമുക ബിദുആഇൻ യാ മുആദ്, മുആദ് ഞാൻ നിനക്കൊരു ദുആ പഠിപ്പിച്ചിട്ട്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബിക്ക് പ്രത്യേകം പഠിപ്പിക്കുക, ഈ സ്വഹാബിനെ പ്രത്യേകം വിളിക്കുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് ഇപ്രകാരം ചോദിച്ചു, മുആദേ ഞാൻ നിനക്ക് ഇത് പഠിപ്പിച്ചു തരട്ടെ. അത്ര സ്നേഹമായിരുന്നു അവർ തമ്മിൽ. യമനിലേക്ക് യാത്ര അയച്ചു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ദഅവത്തിന് വേണ്ടി യാത്ര അയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശങ്ങൾ കൊടുത്തു. യാ മുആദ് ഇന്നക തഅതി ഖൗമൻ അഹ്ലൽ കിതാബ്, നീ പോകുന്ന സമൂഹം, ആ സമുദായം കിതാബ് നൽകപ്പെട്ടവരാണ്. യഹൂദി നസാറാക്കളാണ് യമനിലുള്ളത്. അവർ കിതാബ് നൽകപ്പെട്ടവരാണ്. അതുകൊണ്ട് നീ അവരെ ദഅവത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നിന്റെ കയ്യിൽ അതിലുള്ള ഇൽമുണ്ടായിരിക്കണം. ഫല്യകുൻ അവ്വലു മാ തദഊഹും ഇലൈഹി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ ദഅവത്ത് ചെയ്യുമ്പോൾ ആദ്യം ദഅവത്ത് ചെയ്യേണ്ടത് തൗഹീദിലേക്കാണ്. തൗഹീദ് അനുസരിച്ചാൽ പിന്നെ നിസ്കാരം പഠിപ്പിക്കണം. നിസ്കാരം ഒരു പഠിച്ചു കഴിഞ്ഞാൽ നോമ്പ് പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചോളൂ. എന്നിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, ചിലപ്പോൾ മുആദ് നീ യമനിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ എന്നെ കണ്ടുകൊള്ളണം എന്നില്ല. ലഅല്ലക തമുറു അലാ മസ്ജിദി വഖബരി, ചിലപ്പോൾ നീ തിരിഞ്ഞു പോകുന്നത് എന്റെ ഖബറിന്റെയും എന്റെ മസ്ജിദിന്റെ അടുക്കലേക്ക് പോവുമായിരിക്കും, പക്ഷെ നിനക്ക് എന്നെ കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അഥവാ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിയോഗത്തെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചതാണ്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ചില കാര്യങ്ങൾ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരിക്കൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻതു റദീഫൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാർ, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുതപ്പുറത്ത് നബിന്റെ കൂടെ യാത്ര ചെയ്യായിരുന്നു. യുഖാലു ലഹു ഉഫൈർ, ആ കഴുതന്റെ പേര് ഉഫൈർ എന്നാണ്. ഉഫൈർ എന്ന പേരുള്ള ഒരു കഴുതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലിരുന്ന് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, മുആദ് നിനക്കറിയുമോ മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അടിമകൾ അല്ലാഹുവിന് ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് നിനക്കറിയുമോ? അടിമകളിൽ നിന്ന് അള്ളാഹുവിന് ലഭിക്കേണ്ട അവകാശം എന്താണെന്ന് നിനക്കറിയുമോ? അള്ളാഹു തആല അടിമകളുടെ മേൽ ബാധ്യതയാക്കിയ കാര്യം എന്താണെന്ന് നിനക്കറിയുമോ? നിർത്തിയില്ല ചോദ്യം, വീണ്ടും ചോദിച്ചു, അതദ്രി മാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, ഒന്നാമത്തെ കാര്യം അടിമകളുടെ ബാധ്യത, അള്ളാഹുവിന് ലഭിക്കേണ്ട അവകാശം എന്താണെന്ന് നിനക്കറിയുമോ? രണ്ടാമത്തെ ചോദ്യം, മുആദേ അതദ്രി മാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മനുഷ്യർക്ക് അടിമക്ക് ലഭിക്കാനുള്ള അവകാശം. അള്ളാഹുവിനെ നിർബന്ധിക്കാൻ ആരുമില്ല, പക്ഷെ അള്ളാഹു ഒരു സ്വയം ബാധ്യതയായി ഏറ്റെടുത്തതാണ്. അങ്ങനെ അള്ളാഹു ഏറ്റെടുത്ത കാര്യം എന്താണെന്ന് മുആദ് നിനക്കറിയുമോ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു സാധാരണ സഹാബത്തൊക്കെ പറയുന്ന മറുപടി, അല്ലാഹു റസൂലുഹു അഅലം, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹു നിങ്ങൾക്കാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, മുആദേ അടിമകളിൽ നിന്ന് അള്ളാഹുവിന് ലഭിക്കേണ്ട അവകാശം, അടിമകളുടെ മേൽ അള്ളാഹു ബാധ്യതയാക്കിയ കാര്യം അയ്യഅ്ബുദൂഹ് വലാ യുശ്രികൂ ബിഹി ശൈആ. രണ്ട് കാര്യം. ഒന്ന്, അയ്യഅ്ബുദൂഹ്, ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി തീർക്കണം. വലാ യുശ്രികൂ ബിഹി ശൈആ, അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതെയും ഇരിക്കണം. അഥവാ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടില്ല. ഇത് അള്ളാഹു അടിമയിൽ നിന്നും ആവശ്യപ്പെടുന്ന കാര്യമാണ്. അള്ളാഹുവിന് ലഭിക്കേണ്ട അവകാശം ഇതാണ്. അള്ളാഹു തആല ഈ അടിമകളാകുന്ന മനുഷ്യർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തു, ഭൂമി പാകപ്പെടുത്തി കൊടുത്തു, അവർക്ക് ആയുസ് നൽകി, റിസ്ക് നൽകി, ഒക്കെ നൽകി. എന്നിട്ട് അള്ളാഹു മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് ഈ ഒറ്റ കാര്യമാണ്, അയ്യഅ്ബുദൂഹ് വലാ യുശ്രികൂ ബിഹി ശൈആ. ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാം എടുത്തുനിന്ന് പരിശോധിച്ചു ഒറ്റ വാക്കാക്കി മാറ്റിയാൽ അയ്യഅ്ബുദൂഹ് വലാ യുശ്രികൂ ബിഹി ശൈആ. അല്ലാഹു തആല ഖുർആനിന്റെ സൂറത്തുൽ ബഖറയിൽ ആദ്യത്തെ കൽപ്പന, ഖുർആനിന്റെ ആദ്യത്തെ കൽപ്പന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നുസൂലിന്റെ തർത്തീബിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്നുള്ള ആദ്യ കൽപ്പന. പക്ഷേ ഖുർആനിന്റെ തർത്തീബിൽ ആദ്യത്തെ കൽപ്പന യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുൽ ലദീ ഖലഖക്കും, ജനങ്ങളെ
നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി തീർക്കുക നിങ്ങളുടെ ഇബാദത്തുകൾ. കാരണം അവൻ നിങ്ങൾക്ക് ഇന്നത് ചെയ്തു തന്നവനാണ്. നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച് പരിപാലിച്ചവനാണ്. നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്ന അവനാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള ഭൂമിയിൽ നിന്നും ആകാശത്ത് നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ അവനാണ്. അതുകൊണ്ട് ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ, അതേ ആയത്തിന്റെ അവസാനമാണ്. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്, നിങ്ങൾ അള്ളാഹുവിന് പകരക്കാരെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ. എന്തറിയുന്നവരായിരിക്കെ? അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നിങ്ങളെ പരിപാലിക്കുന്നത്, നിങ്ങളുടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, റിസ്ക് നിങ്ങൾക്ക് നൽകുന്നത് അള്ളാഹുവാണ്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കെ ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ, ഇങ്ങനെയൊക്കെ ആയിട്ട് കൂടി അള്ളാഹു അല്ലാത്തവരിലേക്ക് നിങ്ങൾ തിരിയരുത്, അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ ആവശ്യങ്ങൾ പറയരുത്, അള്ളാഹു അല്ലാത്തവരിലേക്ക് ദുആന്റെ കൈകൾ നിങ്ങൾ ഉയർത്തരുത് എന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ ആദ്യത്തെ കൽപ്പന. അതാണ് അള്ളാഹു തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിന്റെ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് എങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. നേരത്തെ പറഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി പറയാം, ഇത് അടിമയിൽ നിന്നും അള്ളാഹുവിന് ലഭിക്കേണ്ട അവകാശം. രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്, എന്ത്? അടിമക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അവകാശം. അതെന്താന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്ത കാര്യം. അടിമകൾക്ക് അള്ളാഹുവിന്റെ ഈ അവകാശം വകവെച്ചു കൊടുത്താൽ അടിമകൾക്ക് അള്ളാഹു പകരം നൽകുന്നത് എന്താണ്? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈഅ, ശിർക്ക് ചെയ്യാത്ത ഒരുവനെ അള്ളാഹു തആല ശിക്ഷിക്കൂല എന്നത് അള്ളാഹു സ്വയം ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട്. ശിർക്ക് ചെയ്യാത്ത ഒരുവനെ, അള്ളാഹുവിന്റെ അവകാശത്തിൽ മറ്റാരെയും പങ്കു ചേർക്കാത്ത ഒരുവനെ അള്ളാഹു തആല ശിക്ഷിക്കൂല. അവിടെ നിന്ന് മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഫലാ ഉബശ്ശിറു നാസ്, നബിയെ ഞാനിത് ജനങ്ങളെ അറിയിക്കട്ടെ, ഈ സന്തോഷ വാർത്ത ജനങ്ങളെ അറിയിക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുബശ്ശിറുഹു, നീ അവർ സന്തോഷ വാർത്ത അറിയിക്കല്ലേ. ഫയത്തക്കിലു, അവർ പിന്നെ അമലിന് ഉത്സാഹം കാണിക്കൂല, പിന്നെ അമലിന് ഒരു മുൻതൂക്കം കൊടുക്കൂല, ഓല് ഇതിൽ എന്താക്കും? തവക്കുൽ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയുന്നത് അവസാന സമയം, മരിക്കാനാകുന്ന സമയം, ഇൽമു മറച്ചു വെക്കുന്നതിനെ പേടിച്ചിട്ടാണ് മുആദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് എന്താക്കുന്നത്? അവിടുന്ന് ഉദ്ധരിച്ചു കൊടുക്കുന്നത്. ഇത് അല്ലാഹു തആല മനുഷ്യനോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം. ഈ ഒരു കാര്യം വകവെച്ച് കൊടുത്താൽ അല്ലാഹു തആല ചിലപ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു തആല ശിർക്ക് പൊറുക്കൂല. എത്ര തന്നെ ഭയങ്കര സൂഫിയായി നടക്കുന്ന ആളാണ്, ഒരുപാട് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, പക്ഷേ തൗഹീദ് എന്ന അടിസ്ഥാനം അയാൾക്കില്ല എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അയാൾക്ക് ഒരു സ്ഥാനവും ഇല്ല. പക്ഷേ ഒരു സാധാരണ ജോലിക്കാരനാണ്, പാപങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ വ്യഭിചരിച്ചു പോയിട്ടുണ്ട്, ചിലപ്പോൾ കള്ളു കുടിച്ചു പോയിട്ടുണ്ട്, അങ്ങനെ പല പാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയി. പക്ഷേ അള്ളാഹു തആല അവന്റെ ഉദ്ദേശപ്രകാരം ചിലപ്പോ അത് പുറത്തു കൊടുത്തേക്കാം. അതാണ് ആയത്ത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കല്ലാത്ത എന്ത് പാപമായാലും അള്ളാഹു ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ പുറത്തു കൊടുക്കും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസുൽ ബിതാഖ എന്നറിയപ്പെടുന്ന ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാളെ പരലോകത്ത് യുജാഉ ബിറജുലിൻ, അല്ലെങ്കിൽ യുക്താ ബിറജുലിൻ അലാ റൂസിൽ ഖലായിഖ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ജനങ്ങളുടെ എല്ലാവരെയും മുന്നിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരും. ആ മനുഷ്യനെ കൊണ്ടുവന്ന് അല്ലാഹു ഹിസാബിന് വിധേയനാക്കും. ഹിസാബിന്റെ സമയം അയാളുടെ മുന്നിലേക്ക് തുൻശറു ലഹു 99 സിജില്ല, 99 ഏടുകൾ അല്ലാഹു നിരത്തും. 99 ഏടുകൾ അള്ളാഹു ആ മനുഷ്യന്റെ മുന്നിൽ നിരത്തും. ആ 99 ഏടുകളിലും ഇയാൾ ദുനിയാവിൽ ചെയ്തു പോയ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയതാണ്. ഈ മനുഷ്യൻ ആ സിജില്ലുകൾ കാണും, ആ ഏടുകൾ ഈ മനുഷ്യൻ കാണും. ആ മനുഷ്യൻ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്ന സമയം അള്ളാഹു ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ശൈആ, ഈ 99 ഏടുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു സിജില്ലിൻ മദ്ദൽ ബസർ, ഓരോ ഏടും കണ്ണെത്താ ദൂരത്തോളം ഉണ്ട്, അത്രയും വലിയ ഏടുകളാണ്. അങ്ങനെ 99 ഏടുകൾ. അതുൻകിറു മിൻ ഹാദാ ശൈആ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കുന്നുണ്ടോ? ഞാൻ ചെയ്തതല്ല റബ്ബേ എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? എന്നിട്ട് ചോദിച്ചു, അവലമക ഹഫളതി, എന്റെ ഹഫളത്തിന്റെ മലക്കുകൾ, ഇബാദിയൽ ഹഫള, എന്റെ ഹഫളത്തിന്റെ മലക്കുകൾ, എഴുതി രേഖപ്പെടുത്തുന്ന മലക്കുകൾ നിന്നോട് എന്തെങ്കിലും അക്രമം ചെയ്തോ? നീ ചെയ്യാത്തത് എഴുതിയിട്ട്
അല്ലെങ്കിൽ നീ ചെയ്ത നന്മ എഴുതാതെ നിന്നിട്ട് അങ്ങനെ എന്തെങ്കിലും അക്രമം ചെയ്തോ? ഈ അടിമ പറയും, ഇല്ല അള്ളാഹുവേ, ഞാൻ ഇതിലൊന്നും നിഷേധിക്കുന്നുമില്ല, നിന്റെ മലക്കുകൾ എന്നോട് അക്രമം ചെയ്തിട്ടുമില്ല. അള്ളാഹു ചോദിക്കും, പകരം വെക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അടിമ പറയും, ലാ യാ റബ്ബി, എന്റെ അടുക്കൽ പകരം വെക്കാനൊന്നുമില്ല. അങ്ങനെ പേടിച്ചു നിൽക്കുന്ന ആ അടിമയോട് അള്ളാഹു പറയും, ഇന്നക ലാ ദുൽമ അലൈക്കൽ യൗം, പക്ഷേ ഇന്നത്തെ ദിവസം നിന്നോട് അക്രമം ഒന്നുമില്ല, ഇന്നത്തെ ദിവസം നിനക്ക് ശിക്ഷയില്ല, ഇന്നത്തെ ദിവസം നിനക്ക് ഉപദ്രവങ്ങളൊന്നുമില്ല, നീ പേടിക്കണ്ട. അടിമ അത്ഭുതപ്പെടും, എന്തുകൊണ്ടാണ് റബ്ബേ? ഫയുഖ്റജു ലഹു ബിതാഖ, ഒരു കാർഡ് അവിടെ നിന്ന് എടുക്കപ്പെടും. അതുകൊണ്ടാണ് ഈ ഹദീസിന് ഹദീസുൽ ബിതാഖ എന്ന് പേര് വന്നത്. ഒരു കാർഡ് അവിടെ നിന്ന് എടുക്കും, മക്തൂബുൻ അലൈഹി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കാർഡിൽ എന്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടിമ ആ കാർഡ് കാണുമ്പോൾ ചോദിക്കും, അല്ലാഹുവേ, ഈ കണ്ണെത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന ഈ 99 ഏടുകൾക്ക് പകരമായി ഈ ഒരു ചെറിയ കാർഡ് കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഈ ചെറിയ കാർഡ് കൊണ്ട് എന്ത് ചെയ്യാനാണ്? അല്ലാഹു തആല മീസാൻ കൊണ്ടുവരാൻ കൽപ്പിക്കും. അങ്ങനെ മീസാൻ കൊണ്ടുവരപ്പെടും. അതിൽ ഒരു തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ബിതാഖ വെക്കും, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് രേഖപ്പെടുത്തിയ കാർഡ് വെക്കും. മറ്റേ തട്ടിൽ ഈ 99 ഏടുകൾ വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതാശത്തിസ് സിജില്ലാത്ത്, കണ്ണെത്താ ദൂരത്തോളം വിശാലമായി കിടന്ന ആ 99 ഏടുകൾ കനമില്ലാതെ, വെറും കനമില്ലാത്തൊരു സാധനമായി മാറും. വസഖുലത്തിൽ ബിതാഖ, ഈ കാർഡിന് കനം തൂകുകയും ചെയ്യും. അങ്ങനെ ഈ മനുഷ്യൻ അള്ളാഹു സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും. ഇത് അള്ളാഹു തൗഹീദ് ഉള്ളവർക്ക് നൽകുന്ന ഒരു ഓഫറാണ്. എന്ത് പാപങ്ങൾ ചെയ്തോട്ടെ, എത്ര തന്നെ അള്ളാഹുവോട് ഈ വിഷയത്തിൽ അക്രമം ചെയ്തോട്ടെ, അവന്റെ സ്വന്തത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒരുപാട് നിരസിച്ചു, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഒരുപാട് ജീവിതത്തിൽ വന്നുപോയി, പക്ഷേ തൗഹീദിൽ നിന്ന് അവൻ മാറിയിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ അള്ളാഹു തആല അവനെ ശിക്ഷിക്കാതെ വിട്ടേക്കാം. ഇനി ശിക്ഷിച്ചാൽ തന്നെ, അള്ളാഹു തആല അവൻ ചെയ്ത പാപങ്ങളുടെ പേരിൽ ശിക്ഷിച്ചാൽ തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉസാത്തു മിൻ അഹ്ലി തൗഹീദ്, തൗഹീദുള്ള ആളുകളിൽപ്പെട്ട പാപികൾ അവർ അള്ളാഹു നരകത്തിലിടും. അങ്ങനെ അവർ ചെയ്ത പാപങ്ങൾക്കനുസരിച്ചുള്ള ശിക്ഷ നൽകപ്പെടും. ശേഷം നെഹ്റുൽ ഹയാത്ത് എന്ന ഒരു പുഴയിൽ അള്ളാഹു തആല അവരെ മുക്കും. ശേഷം അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. ഈ നെഹ്ർ കരിക്കട്ടെ ആയിട്ടുണ്ടാവും ആ മനുഷ്യനെ നെഹ്റുൽ ഹയാത്തിൽ അള്ളാഹു മുക്കും. ഹയാത്തിന്റെ നെഹ്ർ, ജീവിതത്തിന്റെ പുഴ. അങ്ങനെ ആ പുഴയിൽ മുക്കി ആ മനുഷ്യൻ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. ആരെ? തൗഹീദുള്ള ആളുകൾ. തൗഹീദില്ലാത്ത ഒരുവൻ അള്ളാഹുവിന്റെ ദീനിൽ യാതൊരു പ്രതീക്ഷയും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും അള്ളാഹു തആല ഒരു മുസ്തജാബായ ദുആഇനുള്ള അവസരം നൽകിയിട്ടുണ്ട്. ഉത്തരം ലഭിക്കപ്പെടുന്ന ഒരു ദുആ, അതായത് നമ്മൾ വരന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു അവസരം അള്ളാഹു തആല എല്ലാ നബിമാർക്കും നൽകി. എല്ലാ നബിമാരും അത് അവരുടെ ജീവിതത്തിൽ ഉപയോഗിച്ചു. പക്ഷേ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. ഫഇന്നി ഇഖ്തബഅതു ദഅവതി, എന്റെ ആ ഒരു അവസരത്തെ ഞാൻ മാറ്റിവെച്ചു. ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ, എന്റെ ഉമ്മത്തിന് നാളെ ശഫാഅത്ത് ചെയ്യാൻ ഈ ഒരു അവസരത്തെ ഞാൻ മാറ്റിവെച്ചു. പക്ഷേ വഹിയ നാഇലത്തുൻ, അത് ആർക്കാണ് ലഭിക്കാന്നറിയോ? മൻ മാത വഹുവ ലാ യുശ്രികു ബില്ലാഹി ശൈആ, ശിർക്ക് ചെയ്യാതെ മരണപ്പെട്ടവൻ, അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശത്തിൽ മറ്റാരെയും വകവെക്കാതെ അള്ളാഹുവിന് മാത്രമാക്കി തീർത്ത് അങ്ങനെ മരിച്ചു പോയവർക്കാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിന് അർഹരാകുന്നത്. ആ ശഫാഅത്തിന് സൗഭാഗ്യം ലഭിക്കുന്നത് അവർക്കാണ്. ശിർക്ക് വന്നുപോയ ആളുകൾ, ജീവിതത്തിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരാളോടെങ്കിലും ദുആ ചെയ്യുന്ന അവസ്ഥ വന്നുപോയവൻ, അള്ളാഹു അല്ലാത്തവരിൽ തവക്കുൽ ചെയ്യുന്ന അവസ്ഥ വന്നുപോയവൻ, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് നഫ്ഉം ദർറും പ്രതീക്ഷിക്കുന്ന അവസ്ഥ വന്നവൻ, അവൻ ഖാലിദുൻ മുഖല്ലദുൻ ഫിന്നാർ. അതാണ് അള്ളാഹു പറഞ്ഞത്, മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അവന് നിഷിദ്ധമാണ്, സ്വർഗ്ഗത്തിൽ പിന്നെ കേറാനുള്ള പ്രതീക്ഷയെ വേണ്ട. വമഅ്വാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിസ്സാലിമീന മിൻ അൻസാർ, അങ്ങനെ അള്ളാഹുവോട് അക്രമം ചെയ്യുന്നവർക്ക് സഹായിയായി ആരും ഉണ്ടാവില്ല. ലുഖ്മാൻ അലൈഹിസ്സലാം മോനെ ഉപദേശിച്ച സംഭവം അള്ളാഹു ഖുർആനിൽ പറയുന്നു, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു, ലുഖ്മാൻ തന്റെ മകനെ ഉത്ബോധനം ചെയ്യാണ്, ഉപദേശിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, അള്ളാഹു നീ ശിർക്ക് ചെയ്യല്ലേ, അള്ളാഹുവിന് അവകാശപ്പെട്ട കാര്യം അള്ളാഹു അല്ലാത്തവർക്ക് നീ കൊടുക്കല്ലേ. കാരണം ഇന്ന ശിർക ലദുൽമുൻ അദീം, അത് വെറും പാപമല്ല, മറിച്ച് മില്ലത്തിൽ നിന്ന് പുറത്താക്കി കളയുന്ന, നരകത്തിൽ ശാശ്വതനാക്കി കളയുന്ന വൻ പാതകമാണ്, ദുൽമാണ്, അക്രമമാണത് എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാക്കാൻ നമ്മൾ പണിയെടുക്കണം. എപ്പോഴാണ് ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 2 റുക്നുകളാണുള്ളത്, 2 അടിസ്ഥാനങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഉള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 2 അടിസ്ഥാനങ്ങൾ.
ഈ രണ്ട് റുക്കുനുകൾ ശരിയാവാത്തിടത്തോളം ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവൂല. എന്താണ് ഈ രണ്ട് റുക്കുനുകൾ? ഒന്ന് ലാ ഇലാഹ നഫ്യുൻ ആം, നഫി ചെയ്യലാണ്, നിഷേധിക്കലാണ്. അള്ളാഹു അല്ലാത്ത മറ്റെല്ലാത്തിനെയും നിഷേധിക്കലാണ്. അഥവാ അവരെന്റെ റബ്ബല്ല, അവരെന്റെ ദുആഇന് അർഹനല്ല, അവരെന്റെ തവക്കുലിന് അർഹനല്ല എന്ന് നിഷേധിക്കലാണ്. രണ്ട് അൽ ഇസ്ബാത്ത്, സ്ഥിരീകരണം, അഥവാ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ. ഖുർആനിൽ ഹദീസിൽ തൗഹീദ് പഠിപ്പിക്കുന്നിടത്തെല്ലാം ഈ വിഷയം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഈ രണ്ട് റുക്നുകൾ പൂർത്തിയാകാതെ ഒരാളുടെ തൗഹീദ് ശരിയാവൂല. ഒരാൾ എന്നോട് ഒരു സംശയം ചോദിച്ചു. സംശയം എന്താന്ന് വെച്ചാൽ, ഒരു സ്വാമിയുടെ പ്രസംഗമാണ്. സ്വാമി പ്രസംഗിക്കുന്നത് ഇതാണ്: ഇന്നല്ലദീന ആമനു. അയാൾ ആയത്തൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നത്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹാ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്താണ് ആയത്തിന്റെ അർത്ഥം? ഇന്നല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ, മുഅ്മിനീങ്ങൾ. വല്ലദീന ഹാദു, യഹൂദികൾ. വന്നസാറ, ക്രിസ്ത്യാനികൾ. വസ്സാബിഈന, സാബിഇകൾ, ഇവരെല്ലാവരും, മജൂസികൾ, ഇവരെല്ലാവരും. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹാ, ഇവരുടെ കൂട്ടത്തിലൊക്കെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവൻ. മൻ ആമന മിൻഹും ബില്ലാഹ് വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവൻ. വഅമില സാലിഹ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവൻ. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ എന്തുണ്ട്? പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. വലാ ഹും യഹ്സനൂൻ. എന്നിട്ട് ഈ സ്വാമി പറയുന്നത്, ഈ ആയത്ത് നമുക്ക് വലിയ പ്രതീക്ഷയാണ്. ഈ ആയത്ത്, ഖുർആനിന്റെ ഈ ആയത്ത്, ഇത് നമുക്ക് വലിയ പ്രതീക്ഷയാണ്. കാരണം അള്ളാഹു പറഞ്ഞത് കണ്ടില്ലേ, അള്ളാഹുൽ വിശ്വസിക്കണം, അതേപോലെ തന്നെ അന്ത്യദിനത്തിൽ വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം. എനിക്ക് അള്ളാഹു ഉണ്ട്, വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ അന്ത്യനാളുണ്ട്, അഥവാ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പുനർജീവിപ്പിക്കപ്പെടും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആയത്ത് എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണെന്ന് ഒരു സ്വാമി പറഞ്ഞത്, ഇദ്ദേഹം ഇതൊരു മുജാഹിദുകാരനാണ്, ഇത് മനസ്സിലായി എന്ന് പറയുന്ന ആളാണ്. അങ്ങനെ ഇയാൾ എന്നോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടോ? ഇങ്ങനെ ഒരു ആയത്തിന്റെ ആശയം ഇങ്ങനെ തന്നെയാണോ? അഥവാ തൗഹീദ് പഠിച്ച ഒരാൾക്ക് ഈ സംസാരം നിരർത്ഥകമാണെന്നുള്ളത് ബോധ്യമാവാൻ വലിയ പഠിപ്പൊന്നും വേണ്ട. കാരണം തൗഹീദ് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന രണ്ട് റുക്ന് പൂർത്തിയായെങ്കിലേ തൗഹീദ് ഉള്ളൂ. ഇയാൾ പറയുന്നു ഞാൻ അള്ളാഹുൽ വിശ്വസിക്കുന്നു, അയാളുടെ വിശ്വാസം പൂർത്തിയായോ? കാരണം ലാ ഇലാഹ, അള്ളാഹു അല്ലാത്ത മറ്റെല്ലാത്തിനെയും നിഷേധിച്ചാലേ എന്ത് പൂർത്തിയാവുള്ളൂ? അള്ളാഹുള്ള വിശ്വാസം പൂർത്തിയാവുള്ളൂ. അല്ലാത്ത പക്ഷം മക്കത്തെ മുശ്രിക്കുകൾ മുസ്ലിങ്ങളാണ്. അല്ലാത്ത പക്ഷം മക്കത്തെ മുശ്രിക്കുകൾ മുവഹിദുകളാവും. കാരണം അവർ അള്ളാഹുവിനെ അംഗീകരിച്ചവരാണ്, അവർ അള്ളാഹുവിനെ വിശ്വസിച്ചവരാണ്. അഥവാ അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവൻ, അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ, അവർക്ക് അവരുടെ കേൾവിയെയും കാഴ്ചയെയും നിയന്ത്രിക്കുന്നവൻ, അവർക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും റിസ്ക് നൽകുന്നവൻ, ഇതൊക്കെ ആരാണെന്ന് മക്കത്തെ മുശ്രിക്കുകൾ വിശ്വസിച്ചു? അള്ളാഹു ആണെന്ന് വിശ്വസിച്ചു. പക്ഷെ അവർക്ക് എവിടെ തെറ്റുപറ്റി? അവരല്ലാത്തവർക്കൊന്നും ഇത് സാധിക്കൂല, അതുകൊണ്ട് അവർക്ക് അല്ലാത്തവർക്കൊന്നും എന്റെ ഇബാദത്ത് പോയിക്കൂടാ എന്നിടത്താണ് അവർക്ക് പിഴവ് പറ്റിയത്. മക്കത്തെ മുശ്രിക്കുകളുടെ വിശ്വാസം, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, വല ഇൻ സഅൽത നബി, നീ അവരോട് ചോദിക്കുകയാണെങ്കിൽ മൻ ഖലഖഹും, ആരാ അവരെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ ലയഖൂലുന്ന അല്ലാഹ്, അവർ അള്ളാഹു ആണെന്ന് പറയും. അവർക്ക് ഇല്ലല്ലാഹ് ഓക്കെ ആയി, ഇസ്ബാത്ത് ഓക്കെ ആയി. അവർ അള്ളാഹുവിനെ ഇസ്ബാത്ത് ചെയ്തു. അള്ളാഹു ഉണ്ട്, അള്ളാഹു ആണ് നമ്മളെ പഠിച്ചത്, അള്ളാഹു ആണ് പരിപാലിക്കുന്നത്, റിസ്ക് നൽകുന്നത്, ഇതൊക്കെ അവർ അംഗീകരിച്ചു. എവിടെയാണ് അവർക്ക് പെശക് പറ്റിയത്? ലാ ഇലാഹ, അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത മറ്റാർക്കും ഞാൻ ഇബാദത്ത് ചെയ്തുകൂടാ, അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത മറ്റാരോടും ഞാൻ ദുആ ചെയ്തുകൂടാ, അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത മറ്റാരുടെ പേരിലും ഞാൻ നേർച്ച വഴിപാടുകൾ നടത്തിക്കൂടാ, അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത മറ്റാരിലും ഞാൻ ബരമേൽപ്പിച്ചുകൂടാ. ഇവിടെയാണ് പിശക് പറ്റിയത്. നമ്മുടെ നാട്ടിൽ അതാണ് സംഭവിച്ചത്. നമ്മുടെ നാട്ടിൽ അള്ളാഹിനെ നിഷേധിക്കുന്നവരാണോ ശിർക്ക് ചെയ്യുന്ന ആളുകൾ? ആരുമല്ല. എല്ലാവരും അള്ളാഹിനെ അംഗീകരിക്കുന്നവരാണ്. എല്ലാവരും അള്ളാഹുവിനെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ തന്നെയാണ്. പക്ഷെ അവർ എവിടെയാ പിഴവ് പറ്റിയത്? ലാ ഇലാഹയിൽ പിഴവ് പറ്റി, നഫിയിൽ പിഴവ് പറ്റി. നഫിയിൽ അവർക്ക് എന്ത് സംഭവിച്ചു? അള്ളാഹു അല്ലാത്തവരിലേക്ക് അവർ സമീപിച്ചു. എന്തിന്? അള്ളാഹുവിലേക്ക് അടുപ്പം കൂടാൻ. അല്ലെ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ ഉണ്ടായിരുന്ന രണ്ടാളുകളെ ഉപദേശിക്കുന്ന അള്ളാഹു ഖുർആൻ പറഞ്ഞു. അള്ളാഹു യൂസുഫ് അലൈഹി സ്വലാം പറയുന്നു, അർബാബു മുതഫദ്ദിഖൂന ഖൈർ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ഛിന്ന ഭിന്നമായ ഇലാഹുകളാണോ, അല്ല ഒറ്റ ഇലാഹാണോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായത്? ഇതിൽ ഏറ്റവും ഖൈറായത് ഏതാണ്? നിങ്ങൾ ഈ വിളിച്ച് ദുആ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, മാ തഅബുദൂനഹു,
മാ തഅബുദുഹും നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകൾ ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹ നിങ്ങൾ ഇട്ട പേരുകളാണത്. അൻതും ആബാഉക്കും നിങ്ങൾ ഉപ്പമാരൊക്കെ ഉണ്ടാക്കി തീർത്തതാണ് ഇവരെ, അല്ലാതെ മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ അല്ലാഹു തആല ഖുർആനിലോ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കിതാബുകളിലോ ഇതിനെപ്പറ്റി യാതൊരു തെളിവും അല്ലാഹു ഇറക്കിയിട്ടില്ല. നിങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ നിങ്ങളുടെ ഉപ്പമാരുടെ അവരുടെ ഇച്ഛക്കനുസരിച്ച് അവരുണ്ടാക്കി തീർത്ത ആളുകളാണ് ഇവർ. അവരാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് അത് പറ്റൂല എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് മാത്രം പഠിപ്പിച്ചാൽ മതിയോ? പറ്റൂല, അവിടെ നഫി പൂർത്തിയാവൂല. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് പോയിക്കൂടാന്നും കൂടി പഠിപ്പിക്കണം. അതുകൂടെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. കാരണം അവിടെയാണ് നമ്മുടെ നാട്ടിൽ എന്ത് പറ്റിയത്? പിഴവ് പറ്റിയത്. അല്ലാഹു തആല സൂറത്തുൽ നജ്മിൽ ചോദിക്കുന്നുണ്ട്, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത الثالثة الأخرى അലക്കും الذكر وله الأنثى تلك إذا قسمة ضيزى إن هي إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن يتبعون إلا الظن وما تهوى الأنفس ولقد جاءهم من ربهم الهدى. എന്താണ് പറയുന്നത്? ഈ ലാത്തയും ഉസ്സയും ആരൊക്കെയാ? ഈ ലാത്തയും ഉസ്സയും അഥവാ മക്കത്തെ മുശ്രിക്കീങ്ങൾ അന്ന് ദുആ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ആളുകളാണ്. ഇവരൊക്കെ ആരാണ്? ഇൻഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹ അൻതും വആബാഉക്കും നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഉണ്ടാക്കി തീർത്തതാണ് ഇവരെ. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ അല്ലാഹു തആല ഇവരോട് ദുആ ചെയ്യാനോ ഇവരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാനോ ഇവരിൽ നിന്നും നന്മയും തിന്മയും പ്രതീക്ഷിക്കാനോ അല്ലാഹു തആല നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല. അതിൽ അല്ലാഹു തെളിവിറക്കിയിട്ടില്ല, സുൽത്താൻ ഇറക്കിയിട്ടില്ല. ഇതൊക്കെ എന്താണ്? നിങ്ങൾ ഈ യത്തബിഊന ഇല്ല വൻ നിങ്ങളുടെ ഒരു ചിന്തകളാണ്, നിങ്ങളുടെ തോന്നിച്ചകളാണ്. ഇവരിലൂടെ സമീപിച്ചാൽ അള്ളാഹുലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഏതുപോലെ മക്കത്തെ മുശ്രിക്കുകൾ തോന്നിയ പോലെ. മക്കത്തെ മുശ്രിക്കുകളെ തോന്നിച്ച എന്താണ്? അള്ളാഹു പറഞ്ഞു, അവർ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ അള്ളാഹുവിലേക്ക് നമ്മൾ എന്താക്കും? ഇവരെ അടുപ്പിക്കുന്നവർ വിശ്വസിച്ചു. അല്ലെങ്കിൽ അവർ പറഞ്ഞു വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ് ഇവർ അള്ളാഹുവിന്റെ അടുക്ക് നമുക്ക് ശുപാർശകരാണെന്ന് അവർ വിശ്വസിച്ചു. അതൊക്കെ നിങ്ങൾ എന്താണ്? നിങ്ങളുടെ തോന്നിച്ചകളും നിങ്ങളുടെ ഇച്ഛകളും ഒക്കെയാണ്. അല്ലാഹു തആല ഈ വിഷയത്തിൽ നിങ്ങൾക്ക് യാതൊരു സുൽത്താനും യാതൊരു തെളിവും നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടില്ല. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സന്മാർഗം എത്തി. എന്താണ് ആ സന്മാർഗം? അനിഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവനല്ലാതെ മറ്റൊന്നിനെയും ഇബാദത്ത് ചെയ്യാതിരിക്കുക. ദാലിക ദീനുൽ ഖയ്യിം യൂസുഫ് അലൈഹിസ്സലാം കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിച്ചത് അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് അല്ലാഹു അല്ലാത്ത മറ്റാർക്കും ഇബാദത്ത് പോകരുതെന്നാണ്. ദാലിക ദീനുൽ ഖയ്യിം അതാണ് നേരായ മാർഗം. പക്ഷേ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ പക്ഷേ അധിക ആളുകളും ഇത് മനസ്സിലാക്കുന്നില്ല. അല്ലാഹു തആല ഖുർആൻ പറഞ്ഞില്ലേ, വമാ അക്സറുൻ നാസി വലൗ ഹറസ്തൽ മുഅ്മിനീൻ നബിയേ നിങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും അധിക ആളുകൾ മുസ്ലിമീങ്ങളായി നിങ്ങൾക്ക് കിട്ടൂല. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ തന്നെ അധിക പേരും ഇല്ലാ വഹും മുശ്രികൂൻ അവർ ശിർക്ക് ചെയ്യുന്നവരായിരിക്കും. അല്ലാഹുവിൽ വിശ്വസിക്കും, പക്ഷേ അതിന്റെ പരിപൂർണ അർത്ഥത്തിൽ വിശ്വസിക്കൂല. ഈ രണ്ട് റുക്നുകൾ അവരുടെ ലാ ഇലാഹ ഇല്ലല്ലയിൽ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിനെ സ്ഥിരീകരിച്ചു, പക്ഷേ അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കിയിട്ടില്ല. അള്ളാഹു പറഞ്ഞു, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കണം, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ നബിയെ പറഞ്ഞു കൊടുക്കണം, എന്റെ നിസ്കാരം, എന്റെ ബലികർമ്മങ്ങൾ, എന്റെ ഹജ്ജ് കർമ്മങ്ങൾ, അതേപോലെ തന്നെ എന്റെ ജീവിതവും മരണവും ഒക്കെ ലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. നിർത്തിയാ പോരാ, ലാ ശരീക ലഹു അവന് പങ്കുകാരില്ല, വബിദാലിക ഉമിർത് അതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത്. അള്ളാഹു പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല ഞാൻ എല്ലാ ഉമ്മത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചു. എന്തിന്? അനിഅബ്ദുല്ലാഹ് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യണം. പിന്നെ വജ്തനിബു ത്വാഗൂത്ത് അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാത്തിനെയും ഒഴിവാക്കുകയും വേണം. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മറ്റാളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും കൂടാതെ ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് അവനാണ് യഥാർത്ഥമായി ഇബാദത്തിന് അർഹനായവൻ. യഥാർത്ഥത്തിൽ ഇബാദത്തിന് അർഹനായവൻ അള്ളാഹു മാത്രമാണ്. വഅന്നമാ തദഊന മിൻ ദൂനിഹി നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മറ്റാളുകൾ ഉണ്ടല്ലോ, നിങ്ങൾ ഇബാദത്തുകൾ സമർപ്പിക്കുന്ന മറ്റാളുകൾ ഉണ്ടല്ലോ, അവരൊക്കെയും ഹുവൽ ബാത്തിൽ അത് നിരർത്ഥകമാണ് എന്ന് അല്ലാഹു തആല ഖുർആനിൽ 2 തവണ ഇതേ ആയത്ത് അല്ലാഹു തആല ആവർത്തിച്ചു പറഞ്ഞു. അപ്പൊ നമ്മുടെ തൗഹീദ് ശരിയാവണമെങ്കിൽ അള്ളാഹുവിലുള്ള വിശ്വാസം മാത്രം ശരിയായ പോരാ, അതിന്റെ കൂടെ അള്ളാഹു അല്ലാത്ത മറ്റാരും നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നതുകൂടി നമ്മൾ പഠിക്കണം. എന്നെ പഠിച്ചവൻ അള്ളാഹുവാണ്,
എന്നെ സൃഷ്ടിച്ചവൻ അള്ളാഹു ആണ്, എന്നെ പരിപാലിക്കുന്ന അള്ളാഹു ആണ്, അതുകൊണ്ട് എന്റെ കർമ്മങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രമാണ് എന്ന് പറയുന്നതോടൊപ്പം അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത മറ്റാർക്കും എന്റെ ഇബാദത്ത് പോകൂല, അങ്ങനെ പോയിക്കൂടാ. അങ്ങനെ പോകുമ്പോഴാണ് ശിർക്ക് ഉണ്ടാകുന്നത്. അല്ലാതെ അള്ളാഹു വിശ്വസിക്കാത്തതല്ല ശിർക്ക്, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കാത്തതല്ല ശിർക്ക്. ശിർക്ക് എന്ന് പറഞ്ഞാൽ ദഅവതു ഗൈരിഹി മഅഹു. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹ്, അള്ളാഹുവിനെ ഏകനാക്കണം, ബിൽ ഇബാദ, ഇബാദത്തിന്റെ കാര്യത്തിൽ. ശിർക്കോ ദഅവതു ഗൈരിഹി മഅഹു. എന്തുകൊണ്ടാണ് ദഅവത്ത് എന്ന് പറഞ്ഞത്? കാരണം ദുആയിലാണ് അധികം ശിർക്ക് വരുന്നത്. ദഅവതു ഗൈരിഹി, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യൽ, മഅഹു, അള്ളാഹുവോട് ദുആ ചെയ്യുന്നതോടൊപ്പം. അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരോട് ദുആ ചെയ്യലാണോ ശിർക്ക്? അല്ല. അങ്ങനെ മക്കത്തെ മുശ്രിക്കുകൾ പോലും ചെയ്തിട്ടില്ല. മക്കത്തെ മുശ്രിക്കീങ്ങൾ പോലും അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് മറ്റുള്ളവർക്ക് തിരിഞ്ഞിട്ടില്ല. അള്ളാഹുവോടൊപ്പം അവർ മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞു. എന്തിന്? ഇവരെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുമെന്ന വിശ്വാസം കൊണ്ട്, അല്ലെങ്കിൽ ഇവർ നമുക്ക് അള്ളാഹുവിനടുക്കൽ ശുപാർശ ചെയ്യുമെന്ന വിശ്വാസം കൊണ്ട്. അല്ലാതെ ഇവരെല്ലാവരും സ്വയം പര്യാപ്തരായ ഇലാഹുകളാണ്, നമ്മളെ സൃഷ്ടിച്ചവരാണ്, നമ്മളെ പരിപാലിക്കുന്നവരാണ്, നമുക്ക് റിസ്ക് നൽകുന്നവരാണ്, ഇങ്ങനത്തെ ഒരു വിശ്വാസം മക്കത്തെ മുശ്രിക്കിന് പോലും ഉണ്ടായിട്ടില്ല. അവർ വിശ്വസിച്ചത് അള്ളാഹുവാണ് നമുക്ക് ഇതൊക്കെ ചെയ്തു തരുന്നത്. അതുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ നാം ഇവരെ സമീപിക്കണം, ഈ ജാരങ്ങളിൽ പോകണം, ഇവരിലൂടെ അള്ളാഹുലേക്ക് എത്തണം. ഇവരോട് ചോദിക്കുമ്പോൾ അള്ളാഹു പെട്ടെന്ന് തരും, ഇവരോട് ചോദിക്കുമ്പോൾ ഇവര് തരുന്നല്ല, ഇവരോട് ചോദിക്കുമ്പോൾ അള്ളാഹു പെട്ടെന്ന് തരും എന്ന വിശ്വാസമാണ് ഇവരെ ശിർക്കിലേക്ക് കൊണ്ടെത്തിച്ചത്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം ഇല്ലാതിരിക്കുക, ലാ ഇലാഹ ഇല്ലല്ല എന്താണെന്ന് പഠിക്കാതിരിക്കുക. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലന്റെ തഫ്സീർ, ലാ ഇലാഹ ഇല്ലല്ല എന്നാൽ അള്ളാഹു ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് ഒരാൾ വിശ്വസിക്കുന്നത് എങ്കിൽ അയാളുടെ ലാ ഇലാഹ ഇല്ലല്ല ശരിയായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലന്റെ യഥാർത്ഥ അർത്ഥം ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥമായ ഇബാദത്തിന് അർഹനായവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് മനസ്സിലാക്കണമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ നഫിയും ഇസ്ബാത്തുമുണ്ട്. അള്ളാഹുവിനെ സ്ഥിരീകരിക്കുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്ത മറ്റെല്ലാത്തിനെയും നിഷേധിക്കലും ഇതിന്റെ രണ്ട് റുക്നുകൾ ആണ് എന്നത് നാം മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ റുക്നുകൾ പഠിക്കുന്നതോടൊപ്പം ഇതിന് ശുറൂത്തുകളുണ്ട്. ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവാനുള്ള നിബന്ധനകൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കണം. നാം പഠിച്ച് അമലാക്കിയ കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നാം പരിശ്രമിക്കണം. അല്ലാഹു തആല പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.